ഇനിയിപ്പോൾ പ്രേക്ഷകരെ ഞാനൊരു വീടിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. കട്ട ലോക്കല. ഈ വീട് ആരുടെയാണെന്ന് നമുക്ക് ഇതിൽ അറിയാവുന്ന ഒരാളേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് ഈ വീട് നേരിട്ട് കണ്ട് പരിചയമുള്ള ഒരാളുണ്ട്. എനിക്കൊരു ചെറിയ ഊഹമുണ്ട്. ഈ മുഖം വെച്ച് വിലയിരുത്താൻ പറ്റുമോ ആരുടെ വീടാണ്? പറ്റുമോ? മുഖം വെച്ച് വിലയിരുത്താൻ പറ്റില്ല. പിന്നെ വീട് വെച്ച് വിലയിരുത്താൻ പറ്റും? അല്ല, എനിക്ക് അനുജ ചേച്ചിയുടെ കുടുംബ വീടാണെന്ന് ചെറിയ സംശയമുണ്ട്. കാരണം വെച്ചാൽ അനുജ ചേച്ചി വീട് അടച്ചിട്ടിരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട് എന്ന് എന്നോട് എപ്പോഴോ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ആ വീടായിരിക്കാം. വിജയൻ സാധാരണ ഇങ്ങനെ ഈ പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ മറന്നു പോകത്തില്ലല്ലേ? ഇല്ലില്ല, അല്ലെ നമ്മൾ ചേച്ചിമാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഓക്കെ, അനുജ ഇതാരുടെ വീടാണ്? അനുജ എന്റെ വീടാണ്. അനുജ ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇത് കോട്ടയം കുടമാളൂരാണ്. ഈ വീട്ടില് കണ്ടപ്പോ എനിക്ക് വിഷമമായി. കാരണം അടഞ്ഞു കിടന്നത് അങ്ങനെ ആയി പോയല്ലോ എന്ന് പെട്ടെന്ന്. കുറെ കാലമായി ഈ വീട് ഇവിടെയാണോ അനുജ ജനിച്ചത്? ജനിച്ചത് ഇവിടെയല്ല, പക്ഷെ അച്ഛനുണ്ടാക്കി വീടാണ്. ഒരു 80കൾ മുതല്. എത്ര കാലമായി അടഞ്ഞു കിടക്കുന്നു? 2011 അച്ഛൻ മരിക്കുന്നു, 2001 എന്റെ അമ്മ മരിച്ചു. അപ്പൊ 2011 മുതൽ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ആ വീട് കണ്ടപ്പോ പെട്ടെന്ന് നമുക്ക് ഭയങ്കര സങ്കടം വന്നു. പഴയ സിനിമയില്ലേ പാർക്ക് വിന്നില്ലേ, അതുപോലെ നമുക്ക് തോന്നി. അപ്പൊ അത് അങ്ങോട്ട് പോകാറില്ലേ അപ്പൊ അനുജ? വല്ലപ്പോഴേ പോകാറുള്ളൂ. ഇപ്പൊ ഇത് ടെലിവിഷനിൽ കാണിച്ചത് നാട്ടുകാരത് കയറി വൃത്തിയാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ച ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാമല്ലോ, അല്ലേ? അനുജ വളരെ ഇമോഷണലായി. അനുജയ്ക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഓർമ്മ എന്താണ്? ആ വീടാണ് എൻ്റെ ഓർമ്മ. കാരണം അച്ഛനും അമ്മയും രണ്ടുപേരും നിലവിലിപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരെ അവിടെയാണുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി ഒന്ന് പോയി ഇരിക്കുന്ന ഒരു സ്ഥലം അതാണ്. എനിക്ക് ഭയങ്കരമായി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അനുജ ആ നാട്ടിൽ എത്ര കാലം ജീവിച്ചിരുന്നു? ഞാനിപ്പോഴും ആ വീട് പോവാറുണ്ടല്ലോ. ഞാനൊരു 80കൾ മുതൽ അവിടെയാണ്. അപ്പോൾ അനുജയുടെ ഞങ്ങൾ നാട്ടിലിറങ്ങി കട്ട ലോക്കൽ വെച്ചിട്ട് ഒരു അന്വേഷണം നടത്തി. ആരാണ് അനുജ രാജേഷ്? കിട്ടി 2-3 മറുപടികൾ. ഞങ്ങളുടെ കുടമാളൂർക്കരയെന്ന് പറയുന്നത് അക്ഷരനഗരിയിലെ തൊട്ടടുത്തുള്ള നഗരമാണ്. അത് പലതുകൊണ്ടും പ്രശസ്തമായൊരു നാടാണ് ഞങ്ങളുടെ കുടമാളൂർക്കര. അത് വിശ്വപ്രസിദ്ധ കഥകളി ആചാര്യൻ കുടമാളൂർ കരുണാകരൻ നായർ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ മാതൂർ ഗോവിന്ദൻകുട്ടി ആശാൻ ഇവിടെ ഉള്ളതാണ്. പിന്നെ ഒത്തിരി പട്ടിരിപ്പാട് മഹാനായ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ വീട് തെക്കേടത്തമ്മന ഞങ്ങളുടെ അടുത്താണ്. ഞങ്ങൾ ഈ കുടമാളൂരാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകം അറിയുന്ന ഞങ്ങളുടെ കുടമാളൂരിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരെ തനൂജയെപ്പോലെ ഒരു പെൺകിടാവ് ഈ 24 ചാനലിൽ വന്ന് വാർത്ത വായിക്കാൻ ഞങ്ങൾക്ക് അഭിമാനകരമാണ്. അനുജ എന്ന ആ റിപ്പോർട്ടറെ ഞങ്ങൾക്ക് ബഹുമാനമാണ്, ആദരവാണ്, കുടമാളൂരിന്റെ സൗഭാഗ്യമാണെന്ന് കരുതുന്നു. അപ്പോ ഇദ്ദേഹത്തിന് പരിചയമുണ്ടോ അനുജയ്ക്ക്? സത്യത്തിൽ എനിക്ക് കണ്ടൊരു ഓർമ്മയില്ല. വാർഡ് മെമ്പറാ, അനുജയുടെ വാർഡ് മെമ്പറാ. എനിക്ക് ആ നാടുമായിട്ട് പഴയ ഒരാളാണെങ്കിൽ പോലും എനിക്ക് അത്ര പരിചയം കിട്ടുന്നില്ല. അനുജ അവിടെ ഇനി ഉടനെ പോകണം. പോയിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഇരുന്നൊരു പാട്ടൊക്കെ പാടിയിട്ട് പോരണം. പിന്നെ ഒന്നുകൂടെ കാണിക്കണം. അവതാരപുരികളുണ്ട്, ഒരു ഗുണമെങ്കിലും ഈ നാട്ടിലുണ്ടാകട്ടെ. സൗഭാഗ്യം എന്നാണ് പറഞ്ഞത്. അത് വലിയ കാര്യമല്ലേ? 24ന്റെ സൗഭാഗ്യം മാത്രമല്ലെന്ന് ഇപ്പൊ PP മനസ്സിലായില്ലേ? PP യഥാർത്ഥത്തിൽ അനുജ രാജേഷിനെ കണ്ടപ്പോൾ എന്താ ചിന്തിച്ചത്? വാട്ട് യു തോട്ട് ഓഫ് അനുജ? ഞാൻ അവരെ നല്ല കാര്യം.